അസ്സലാമു അലൈക്കും. നമ്മൾ വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്നാക്കാണ് ബ്രെഡ് പോക്കറ്റ്. ബ്രെഡ് പോക്കറ്റ്സ് തയ്യാറാക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു ഐഡിയ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നോർമലി നമ്മൾ ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കിയെടുക്കുന്നത് 2 ബ്രെഡ് തമ്മിൽ ഒട്ടിച്ച് അത് മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ നമുക്ക് 2 ബ്രെഡ് കൊണ്ട് 2 ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ ഒരൊറ്റ ബ്രെഡ് സ്ലൈസ് മാത്രമാണ് 2 ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്നത്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് തുടങ്ങാം. ഇവിടെ ഇപ്പോൾ 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികെല്ലാം നമുക്കൊന്ന് മുറിച്ച് മാറ്റിക്കളയാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നോർമലി നമ്മൾ റൗണ്ടിൽ മുറിച്ചെടുക്കുന്നതിനേക്കാൾ വലുതായിട്ട് തന്നെ ഇത് കിട്ടും. ഇതിൻ്റെ തിക്നെസ് ഇതുപോലെയാണ്. അത്രയും നൈസായിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 4 സ്ലൈസസ് ബ്രെഡും ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസും മുട്ടയും ഒക്കെ ഇതിന് വളരെ കുറച്ച് മതി. സാധാരണ നമ്മൾ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്ന അത്രയുമൊന്നും ഇതിന് ആവശ്യമായി വരുന്നില്ല. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ തഹിനി സോസും 2 ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും തൈരും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു സവാളയും തക്കാളിയും കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഉള്ളിലെ കഴമ്പെല്ലാം കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്സ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. എണ്ണ ഇവിടെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഒന്ന് എണ്ണയിലൊന്ന് താഴ്ത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ എണ്ണ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ ബ്രെഡ് ഇവിടെ നല്ല പോലെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ബോൾ പോലെ തന്നെ ഇത് പൊങ്ങി വരും. എണ്ണ നല്ല പോലെ തന്നെ ചൂടുണ്ടായിരിക്കണം. പിന്നെ ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കൊന്ന് കുറച്ച് കൊടുത്താൽ മതി. അടുത്ത ബ്രെഡ് ഇടുമ്പോഴും എണ്ണ നല്ല പോലെ ചൂടുണ്ടായിരിക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ ബ്രെഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഒരു ബ്രെഡ് സ്ക്വയർ ഷേപ്പിലും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ തന്നെ ബോളാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എല്ലാം ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ ശരിക്കും നമുക്കൊരു പോക്കറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ബ്രെഡ് വളരെ തിന്നായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഓരോ ബ്രെഡ് പോക്കറ്റിലും നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നോർമലി നമുക്ക് 4 ബ്രെഡ് കൊണ്ട് 4 ബ്രെഡ് പോക്കറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് 8 പീസസ് കിട്ടും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും പുതിയ റെസിപ്പിയും പുതിയ ഐഡിയകളുമായിട്ടൊക്കെ വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.